Hi students, good morning. അപ്പോൾ നമ്മൾ അയോണിക് ഇക്വിലിബ്രിയം ആ പോർഷൻ പഠിച്ച് തീർന്നു. അന്ന് ഞാൻ പറഞ്ഞതാണ് നമുക്ക് പുതിയൊരു പോർഷൻ പഠിക്കാമെന്ന്. അപ്പോൾ ടുഡേ വി വിൽ ഡിസ്കസ് UV ആൻഡ് NMR സ്പെക്ട്രോസ്കോപ്പി. അപ്പോൾ സ്പെക്ട്രോസ്കോപ്പിയാണ്. ഇതിനകത്ത് സ്പെക്ട്രോസ്കോപ്പിക്ക് വേറെ ഒരുപാട് ടെക്നിക്സും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. പക്ഷേ നമുക്ക് UV ആൻഡ് NMR സ്പെക്ട്രോസ്കോപ്പിയാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. അപ്പം അതിൻ്റെ ഇൻട്രൊഡക്ഷൻ പോർഷൻസ് ഇന്നത്തെ ക്ലാസ്സിൽ, ഇൻട്രൊഡക്ഷൻ്റെ കുറച്ച് പോർഷൻസ് ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ എന്താണ് ആക്ച്വലി ഈ സ്പെക്ട്രോസ്കോപ്പി എന്ന് പറഞ്ഞാൽ? വാട്ട് ഈസ് എ സ്പെക്ട്രോസ്കോപ്പി? A spectroscopy is a study of interaction between the electromagnetic radiations and matter. അതായത് ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻസിൻ്റെയും മാറ്ററിനും ഇടയിലുണ്ടാകുന്ന ഇൻട്രാക്ഷൻ, ദാറ്റ് ഈസ് കാൾഡ് സ്പെക്ട്രോസ്കോപ്പി. അതിൻ്റെ സ്റ്റഡിയാണ് സ്പെക്ട്രോസ്കോപ്പിക്കകത്ത് വരുന്നത്. ഓക്കെ, അപ്പോൾ ദെൻ ദിസ് സ്റ്റഡി ഓഫ് സ്പെക്ട്രോസ്കോപ്പി ഡീൽസ് വിത്ത് എമിഷൻ ആസ് വെൽ ആസ് ദ അബ്സോർപ്ഷൻ സ്പെക്ട്രം. എമിഷൻ സ്പെക്ട്രത്തെയും അബ്സോർപ്ഷൻ സ്പെക്ട്രത്തെയും റിലേറ്റ് ചെയ്തിട്ടാണ് ഇവിടെ ശരിക്കും സ്പെക്ട്രോസ്കോപ്പിക് സ്റ്റഡീസ് വരുന്നത്. ഓക്കെ, അപ്പോൾ അതിനകത്തൊരു മാറ്ററും കാണും, നമ്മുടെ ലൈറ്റ് റേഡിയേഷൻസും കാണും. അതിന് ആ മാറ്റർ ലൈറ്റ് റേഡിയേഷൻസ് മാറ്ററിനകത്ത് വന്ന് പതിക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു, നമ്മുടെ സബ്സ്റ്റൻസിന് എന്തൊക്കെ ചേഞ്ചസ് വല്ലതും നടക്കുന്നുണ്ടോ, ആ സ്റ്റഡിയാണ് നമ്മളിവിടെ ചെയ്യുന്നത്. ദെൻ അപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞാണ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സ്പെക്ട്രത്തെ റിലേറ്റ് ചെയ്യുന്നു, എമിഷനെയും അബ്സോർപ്ഷനെയും. എന്താണ് ഈ എമിഷൻ സ്പെക്ട്ര ആൻഡ് അബ്സോർപ്ഷൻ സ്പെക്ട്ര എന്ന് പറഞ്ഞാൽ? എമിഷൻ സ്പെക്ട്ര, ദാറ്റ് മീൻസ് വെൻ എ ലൈറ്റ് ഈസ് എമിറ്റഡ് ബൈ ദ സബ്സ്റ്റൻസ് ദാറ്റ് ഈസ് പാസ്ഡ് ത്രൂ എ പ്രിസം വി ഒബ്റ്റെയിൻ സർട്ടൻ ലൈൻസ്. ഓക്കെ, അപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന ലൈറ്റ് എമിറ്റഡ് ബൈ ദ സബ്സ്റ്റൻസ് ദാറ്റ് വിൽ അബ്സോർബ്, അതൊരു പ്രിസത്തിലൂടെ പാസ് ചെയ്യിപ്പിക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും? വി വിൽ ഗെറ്റ് സം സർട്ടൺ എമൗണ്ട് ഓഫ്, അല്ലെങ്കിൽ സം സർട്ടൺ ലൈൻസ് എമിറ്റ് ചെയ്ത് നമുക്ക് ഡിഫറെൻറ്റ് ലൈൻസ് ആണ് കിട്ടുന്നതെങ്കിൽ ദാറ്റ് ഈസ് കാൾഡ് എമിഷൻ സ്പെക്ട്രം. ഓക്കെ, എമിറ്റ് ചെയ്ത് വരുന്ന റേഡിയേഷൻസിൻ്റെ സ്റ്റഡി, ആ ലൈൻസിൻ്റെ സ്റ്റഡി. ഓക്കെ, ഇനി അബ്സോർപ്ഷൻ സ്പെക്ട്രം ആണെങ്കിലോ, വെൻ വൈറ്റ് ലൈറ്റ് ഈസ് പാസ്ഡ് ത്രൂ എ സബ്സ്റ്റൻസ് certain portion of light is absorbed by the compound അല്ലെങ്കിൽ absorbed by the substance. നമ്മൾ ഒരു സാമ്പിളിലേക്ക് വൈറ്റ് ലൈറ്റിനെ പാസ് ചെയ്യിപ്പിക്കുമ്പോൾ ആ സാമ്പിൾ എന്ത് ചെയ്യും? അതിനകത്തുനിന്ന് സം സോർട്ട് ഓഫ് അല്ലെങ്കിൽ സം പർട്ടിക്കുലർ വേവ് ലെങ്തിലുള്ള റേഡിയേഷൻസിനെ ആ സാമ്പിൾ അങ്ങ് അബ്സോർബ് ചെയ്യും. ഓക്കെ, അപ്പോൾ നമുക്ക് എങ്ങനെയായിരിക്കും സ്പെക്ട്രം കിട്ടുന്നത്? മിസ്സിംഗ് വേവ് ലെങ്ത്. ആ missing wavelength that will leave dark lines or bands in our spectrum. ആ particular പ്ലേസിൽ, വേവ് ലെങ്തിൻ്റെ പ്ലേസിൽ we will get dark lines or bands. ഓക്കെ, ദാറ്റ് സ്പെക്ട്രം ഒബ്റ്റൈൻഡ് ഈസ് കാൾഡ് അബ്സോർപ്ഷൻ സ്പെക്ട്രം. അപ്പം എമിറ്റ് ചെയ്ത് വരുന്ന റേഡിയേഷൻസിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ലൈൻസ് ദാറ്റ് ഈസ് കാൾഡ് എമിഷൻ സ്പെക്ട്രം. അബ്സോർബ് ചെയ്ത് സം സോർട്ട് ഓഫ് പർട്ടിക്കുലർ വേവ് ലെങ്തിൽ നിന്ന് അല്ലെങ്കിൽ സം സോർട്ട് ഓഫ് വേവ് ലെങ്ത് തന്നെ അബ്സോർപ്ഷൻ നടന്നിട്ട് ആ പ്ലേസിൽ നമുക്ക് ഡാർക്ക് ബാൻഡുകളായിട്ടോ ഡാർക്ക് ലൈനുകളായിട്ടോ കിട്ടുന്ന ദാറ്റ് സ്പെക്ട്രം ഈസ് കാൾഡ് അബ്സോർപ്ഷൻ സ്പെക്ട്രം. അപ്പം ഇതിൻ്റെ ഡീറ്റെയിൽഡ് സ്റ്റഡി നമ്മൾ നടത്തുമ്പോൾ എന്തുകൊണ്ട് ഏത് പർട്ടിക്കുലർ പോർഷനിൽ, ഇപ്പോൾ ഒരു പർട്ടിക്കുലർ വേവ് ലെങ്തിൽ അബ്സോർപ്ഷൻ എന്തുകൊണ്ട് നടന്നു, അവിടെ എന്തുകൊണ്ട് ഡാർക്ക് ലൈൻസ് കിട്ടി, ആ നമ്മുടെ കോമ്പൗണ്ടിനുള്ള എന്തൊക്കെയോ പ്രോപ്പർട്ടീസ് കൊണ്ടായിരിക്കാം അവിടെ അബ്സോർപ്ഷനോ എമിഷനോ ഒക്കെ നടന്നിട്ടുണ്ടാവുക. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽഡ് സ്റ്റഡീസ് നമ്മൾ അല്ലെങ്കിൽ ഡീറ്റെയിൽഡ് എക്സാമിനേഷൻ നടത്തുമ്പോൾ നമുക്ക് നമ്മുടെ കോമ്പൗണ്ടിൻ്റെ ഒരു ഏകദേശ ധാരണ നമുക്ക് കിട്ടും. അപ്പം ഇതാണ് ഈ സ്പെക്ട്രോസ്കോപ്പിക്കകത്ത് ശരിക്കും ചെയ്യുന്നത്, എമിഷനും അബ്സോർപ്ഷനും. ഓക്കെ, ദെൻ ഇനി നമുക്ക് കുറച്ച് നിങ്ങളിപ്പോൾ കേട്ടതാണ് സ്പെക്ട്രം. എന്തായിരിക്കും സ്പെക്ട്രം അല്ലെങ്കിൽ സ്പെക്ട്ര എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് സ്പെക്ട്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? വാട്ട് ഈസ് എ സ്പെക്ട്രം? നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന നമ്മുടെ ബേസിക് സ്പെക്ട്രം ഏതാണ്? റെയിൻബോ അല്ലേ? അവിടെ ശരിക്കും എന്താ നടക്കുന്നത്? അതിനകത്ത് വിബ്ജിയോർ അല്ലേ? അവിടെ എന്താ ശരിക്കും നടക്കുന്നത്? വെൻ എ ബീം ഓഫ് ലൈറ്റ് ഈസ് പാസ്ഡ് ത്രൂ എ പ്രിസം, ഒരു പ്രിസത്തിലൂടെ ബീം ഓഫ് ലൈറ്റ് വൈറ്റ് ലൈറ്റ് പാസ് ചെയ്യിപ്പിക്കുമ്പോൾ ദാറ്റ് വിൽ സ്പ്ലിറ്റ് ഇൻ ടു 7 ഡിഫറെൻറ്റ് കളേഴ്സ്. 7 കളേഴ്സായിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നു വിത്ത് പർട്ടിക്കുലർ വേവ് ലെങ്ത് അല്ലേ? അങ്ങനെ സ്പ്ലിറ്റ് ചെയ്തിട്ട് ദാറ്റ് സെറ്റ് ഓഫ് കളേഴ്സ് ഒബ്റ്റെയിൻഡ് ബൈ ദ സ്പ്ലിറ്റിംഗ് ഓഫ് വൈറ്റ് ലൈറ്റ് ഈസ് കാൾഡ് സ്പെക്ട്രം. അതാണ് നമ്മുടെ ബേസിക് സ്പെക്ട്രം എന്ന് പറയുന്നത്, വിബ്ജിയോറാണ്. അപ്പോൾ അവിടെ ശരിക്കും സ്പ്ലിറ്റ് ചെയ്ത് ആ ഒരു അറേഞ്ച്മെൻറ്റിൽ നമുക്കുണ്ടല്ലോ, ആ that is called, that splitting of white light into different colors, that is called spectrum.
ഓക്കെ, ഇനി ഇത് മാത്രമല്ല സ്പെക്ട്രമായിട്ടുള്ളത്, വേറെയും സ്പെക്ട്രങ്ങളുണ്ട്. അതാണ് ഇലക്ട്രോണിക് സ്പെക്ട്രം അല്ലെങ്കിൽ ഇലക്ട്രോ മാഗ്നറ്റിക് സ്പെക്ട്രം എന്ന് പറയും. നമ്മളിപ്പോൾ പറഞ്ഞ ഈ വൈറ്റ് ലൈറ്റും അതിൻ്റെ 7 ഡിഫറെൻറ്റ് കളേഴ്സ്, ആ ഒരു കോൺസ്റ്റിറ്റ്യുവൻസ് ഉണ്ടല്ലോ, കോൺസ്റ്റിറ്റ്യുവൻറ്റ് റേഡിയേഷൻസ് അല്ലേ 7 ഡിഫറെൻറ്റ് കളേഴ്സ് എന്ന് പറയുന്നത്. അതല്ലാതെ തന്നെ ഇൻ അഡീഷൻ ടു ദ വൈറ്റ് ലൈറ്റ് with its 7 constituent radiations, there are so many different types of radiations. അതല്ലാതെ തന്നെ വേറെയും റേഡിയേഷൻസ് ഉണ്ട്, ലൈക്ക് ഗാമ റേസ്, എക്സ് റേസ്, യു വി റേസ്, then visible light, then IR radiations, radio waves, ഇങ്ങനെ ഡിഫറെൻറ്റ് റേഡിയേഷൻസ് ഉണ്ട്. ഇതിന് ഈ പറഞ്ഞിരിക്കുന്ന റേഡിയേഷൻസിനെ നമ്മൾ എന്ത് ചെയ്യും, ദ അറേഞ്ച്മെൻറ്റ് ഓഫ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻസ്, ഈ ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻസിനെ അതിൻ്റെ വേവ് ലെങ്തിൻ്റെ ഇൻക്രീസിങ് ഓർഡറിൽ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. ദാറ്റ് ഈസ് നോൺ ആസ് ഇലക്ട്രോ മാഗ്നറ്റിക് സ്പെക്ട്രം. മനസ്സിലായല്ലോ? അപ്പം നമ്മൾ ഈ പറഞ്ഞ ഗാമ റേസ്, എക്സ് റേസ്, യു വി റേസ്, വിസിബിൾ റേഡിയേഷൻസ്, IR, അതുപോലെ റേഡിയോ വേവ്സ്, ഇതാണ് ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻസ്. ഈ ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻസിനെ അതിൻ്റെ വേവ് ലെങ്തിൻ്റെ ഇൻക്രീസിങ് ഓർഡറിൽ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നു. ദാറ്റ് ഈസ് കാൾഡ് ഇലക്ട്രോ മാഗ്നറ്റിക് സ്പെക്ട്രം. മറന്നുപോയത്. അപ്പോൾ ഇതൊക്കെ ഇൻട്രൊഡക്ഷൻ, നിങ്ങൾ മുന്നേ പഠിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ്. ജസ്റ്റ് ഒന്ന് സ്പെക്ട്രോസ്കോപ്പി പഠിക്കുമ്പം ഇതൊക്കെ അറിഞ്ഞിരിക്കണം. അതുകൊണ്ട് മാത്രം ഒന്ന് റിവൈസ് ചെയ്യുന്നേ ഉള്ളൂ. ഓക്കെ, ദെൻ ഇതാണ് നമ്മുടെ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ്. അവിടെ എന്തൊക്കെ കാണും? ഇലക്ട്രിക് ഫീൽഡും കാണും, മാഗ്നറ്റിക് ഫീൽഡും കാണും. ദാറ്റ് ആർ പെർപെൻഡിക്കുലർ ടു ഈച്ച് അതർ. അപ്പം നമ്മുടെ വേവിൻ്റെ പ്രൊപ്പഗേഷൻ എന്ന് പറയുന്നത് സ്ട്രൈറ്റ് ലൈനായിട്ടും, ഒരെണ്ണം ഇലക്ട്രിക് ഫീൽഡ് ഒരു ഡയറക്ഷനിലും അതിന് പെർപെൻഡിക്കുലർ ആയിട്ടായിരിക്കും മാഗ്നറ്റിക് ഫീൽഡും ഉണ്ടായിരിക്കുന്നത്. ആ വേവ് മോഷൻ ഈ രീതിയിലാണ് വരുന്നത്. ഓക്കെ, ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാൻ ഞാൻ പറഞ്ഞു ഇട്ടെന്നേ ഉള്ളൂ. ദെൻ ഇനി നമ്മൾ അറിയേണ്ട കുറച്ച് ടേംസ് ഉണ്ട് ഇതിനകത്ത്. സം വേവ് പാരാമീറ്റേഴ്സ് പഠിച്ചിട്ടുള്ളതാണ്, എങ്കിലും ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്യാം നമുക്ക്. ഓക്കെ, എന്താണ് വേവ് ലെങ്ത്? നിങ്ങൾക്കറിയാം എന്താ വേവ് ലെങ്ത് എന്ന് പറഞ്ഞാൽ? ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ. അപ്പോൾ വേവ് നമുക്കറിയാം, ഒരു വേവ് എന്ന് പറയുന്നത് ഈ താഴെ ഫിഗറിൽ കൊടുത്തിരിക്കുന്ന രീതിയിൽ ഉണ്ടായിരിക്കും അല്ലേ. അപ്പോൾ അതിനകത്ത് ആ വേവ്സിനകത്ത് എന്തൊക്കെയുണ്ട്? ക്രസ്റ്റ് കാണും, ട്രഫ്സും കാണും അല്ലേ. ക്രസ്റ്റ് ആൻഡ് ട്രഫ്സ്. അപ്പം വേവ് ലെങ്ത് എന്ന് പറയുന്നത് എന്തായിരിക്കും? ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 2 അഡ്ജസൻറ്റ് ക്രസ്റ്റ് ഓർ ട്രഫ്. 2 അഡ്ജസൻ്റ് ആയിട്ടുള്ള, ഞാൻ ആ വേവ് ലെങ്ത് മാർക്ക് ചെയ്യുന്നതിരിക്കുന്ന കണ്ടല്ലോ എല്ലാവരും നമ്മുടെ ഫിഗറിനകത്ത്. എന്താണ്? 2 അഡ്ജസൻ്റ് ആയിട്ടുള്ള ക്രസ്റ്റുകൾക്കിടയിൽ വരുന്ന ഡിസ്റ്റൻസ്, ദാറ്റ് ഈസ് കാൾഡ് വേവ് ലെങ്ത്. അത് ട്രഫിൻ്റെ ഇടയിലും വരാം. ഓക്കെ, ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 2 അഡ്ജസൻറ്റ് ക്രസ്റ്റ് ഓർ ട്രഫ് are called wavelength. That is denoted by the letter lambda. പഠിച്ചു വെച്ചേക്കണം. Then frequency. എന്താണ് ഫ്രീക്വൻസി? എന്തായിരിക്കും ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ? the number of waves which passes through a given point in 1 second. ഒരു സെക്കൻഡിൽ ഒരു പർട്ടിക്കുലർ പോയിന്റിലൂടെ പാസ് ചെയ്യുന്ന വേവ്സിൻ്റെ എണ്ണം. That is called frequency. That is denoted by the letter nu. ഓക്കെ, ദെൻ വെലോസിറ്റി. എന്താണ് വെലോസിറ്റി എന്ന് പറഞ്ഞാൽ? ദ ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ദ വേവ് ഇൻ 1 സെക്കൻഡ്. ഒരു സെക്കൻഡിൽ, ഫ്രീക്വൻസി വെലോസിറ്റി കൂടെ തിരിയരുത്. ഇപ്പം വെലോസിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു സെക്കൻഡിൽ ഒരു വേവ് എത്ര ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്തു, അതാണ് വെലോസിറ്റി. ദാറ്റ് ഈസ് ഡിനോട്ടഡ് ബൈ ദ ലെറ്റർ C. ഓക്കെ, ദെൻ ഇനി ഒരു ടേം കൂടെ ഉണ്ട്, വേവ് നമ്പർ. എന്താണ് വേവ് നമ്പർ എന്ന് പറഞ്ഞാൽ? ദ നമ്പർ ഓഫ് വേവ് ലെങ്ത് പെർ യൂണിറ്റ് ലെങ്ത്. ഒരു യൂണിറ്റ് ലെങ്തിൽ ഉള്ള വേവ്സിൻ്റെ എണ്ണം. ദ നമ്പർ ഓഫ് വേവ് ലെങ്ത് പെർ യൂണിറ്റ് ലെങ്ത്, ദാറ്റ് ഈസ് കാൾഡ് വേവ് ലെങ്ത്. വേവ് നമ്പർ, which is denoted by the letter nu bar. ഒരു കാര്യം കൂടെ ഉണ്ട്, ഈ വേവ് നമ്പറും നമ്മുടെ വേവ് ലെങ്തും ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ആണ്. ന്യൂ ബാർ ഇസ് ഈക്വൽ ടു 1/λ. ഇതൊക്കെ നമ്മൾ മുന്നേ പഠിച്ചിട്ടുള്ളതാണ്. അതുകൊണ്ട് ഞാൻ ഇതിൻ്റെ ഡീറ്റെയിൽഡ് കാര്യങ്ങളിലോട്ടൊന്നും പോകുന്നില്ല. ജസ്റ്റ് നിങ്ങൾ ഈ ടേം എന്താണെന്നൊക്കെ ഓർത്തിരിക്കുക, ചിലപ്പോൾ പരീക്ഷയ്ക്ക് കയറി ചോദിക്കാം. അതുകൊണ്ട് ഒന്നുകൂടെ റിവൈസ് ചെയ്ത് തന്നതാണ്. ഓക്കെ, ദെൻ ഇപ്പം നമ്മളിപ്പം സ്പെക്ട്രോസ്കോപ്പി അല്ലേ, ഇനിയിപ്പം എന്തുകൊണ്ട് നമ്മൾ ഈ സ്പെക്ട്രോസ്കോപ്പി എടുക്കുന്നു? അതിന് സം അഡ്വാൻറ്റേജസ് ഓഫ് സ്പെക്ട്രോസ്കോപ്പിക് മെത്തേഡ്സ്. നോർമൽ മെത്തേഡ് അപേക്ഷിച്ച് നമ്മുടെ സ്പെക്ട്രോസ്കോപ്പിക് മെത്തേഡ്സിനുള്ള അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ്
അതും കൂടെ നമുക്ക് അതെന്താണെന്നൊക്കെ ഉള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ എന്താണ്, ദീസ് ആർ വെരി ക്വിക്ക് ആൻഡ് എക്സ്ട്രീംലി സെൻസിറ്റീവ്. നമുക്ക് കിട്ടുന്ന റിസൾട്ട് എന്ന് പറയുന്നത് സെൻസിറ്റീവ്, ഹൈലി ആക്യുറേറ്റ് ആൻഡ് സെൻസിറ്റീവ് ആയിരിക്കും. അതുപോലെ തന്നെ വളരെ പെട്ടെന്ന് നമുക്ക് റിസൾട്ട് കിട്ടും. നമ്മുടെ സാമ്പിൾ അങ്ങോട്ട് വെക്കുന്നു, നമുക്ക് അനാലിസിസ് നടത്തുന്നു, നമ്മുടെ റിസൾട്ട് കിട്ടുന്നു, ഇത്രയേ ഉള്ളൂ. അപ്പോൾ അതേസമയം നമ്മളിപ്പോൾ ലാബ് അനാലിസിസ് ഒക്കെയാണ് ചെയ്യുന്നതെങ്കിൽ ഒരുപാട് സമയം നിന്ന് ചെയ്യണം. പക്ഷേ ഇതിനകത്താണെങ്കിൽ അങ്ങനെയല്ല, പെട്ടെന്ന് നമുക്ക് റിസൾട്ട് കിട്ടും. ഇനി very small quantities of the substance are required for the determination of spectra. ഇനി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്, സ്പെക്ട്ര കിട്ടുന്നതിന് വേണ്ടിയിട്ട് വളരെ ചെറിയ ക്വാണ്ടിറ്റി ഓഫ് സബ്സ്റ്റൻസ് മതി നമുക്ക്. അതായത് ഫ്യൂ മില്ലിഗ്രാംസ് ഓഫ് സബ്സ്റ്റൻസ് ഈസ് റിക്വയർഡ് ഫോർ ദി ഡിറ്റർമിനേഷൻ ഓഫ് സ്പെക്ട്ര. അത് തന്നെ ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് നമ്മളിപ്പം ഉണ്ടാക്കി വെച്ചിരിക്കുന്ന സാമ്പിൾ വളരെ കുറച്ചായിരിക്കും. അപ്പോൾ ആ സാമ്പിൾ എല്ലാ അനാലിസിസിനും നമുക്ക് ചെയ്യാൻ വേണം. അപ്പോൾ ഈ സ്പെക്ട്രോസ്കോപ്പി സ്റ്റഡീസ് ചെയ്യാൻ ഒരുപാട് സാമ്പിൾ വേണം ആയിരുന്നു എന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റില്ലായിരുന്നു. വളരെ മില്ലിഗ്രാം, വളരെ കുറച്ച് ഫ്യൂ മില്ലിഗ്രാംസ് ഓഫ് സാമ്പിൾ ഈസ് റിക്വയർഡ് ഫോർ ഡിറ്റർമിനേഷൻ ഓഫ് സ്പെക്ട്ര. അത് മാത്രമല്ല, this much quantity of sample may be recovered at the end of the experiment. അപ്പം നമ്മൾ ഈ എത്ര കുറച്ച് സാമ്പിളാണ് അവിടെ എടുത്ത് ചെയ്യുന്നതെങ്കിലും എൻഡ് ഓഫ് ദ എക്സ്പെരിമെൻറ്റ് വി ക്യാൻ റിക്കവേർഡ് അവർ സാമ്പിൾ. എക്സ്പെരിമെൻറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് ആ സാമ്പിളിന് വേറെ കേടുപാടുകളൊന്നും സംഭവിക്കാതെ നമുക്ക് തിരിച്ച് കിട്ടുകയും ചെയ്യും. അത് തന്നെ വലിയൊരു നേട്ടമാണ്. കാരണം നമ്മൾ പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കുന്ന വളരെ കുറച്ച് സാമ്പിളൊക്കെ ആയിരിക്കും. അപ്പോൾ അത് ഒരു അനാലിസിസ് ചെയ്യുമ്പം തന്നെ അത് വേറെ ഏതെങ്കിലും സൊല്യൂഷനിൽ കലയ്ക്കുകയോ അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും അത് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു എക്സ്പെരിമെൻറ്റ് മാത്രമല്ലേ ചെയ്യാൻ പറ്റുള്ളൂ. ഫർദർ സ്റ്റഡീസിന് യൂസ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. പക്ഷേ നമ്മൾ ഈ അനാലിസിസ് ചെയ്ത് കഴിഞ്ഞ ശേഷം നമുക്ക് നമ്മുടെ സാമ്പിൾ തിരിച്ച് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അതൊരു നേട്ടമല്ലേ. അപ്പോൾ അത് ഈ സ്പെക്ട്രോസ്കോപ്പിക് മെത്തേഡിൻ്റെ ഒരു വലിയ ഗുണമാണ്. അനാലിസിസ് കഴിയുന്നു, നമുക്ക് റിസൾട്ടും കിട്ടും, ഒപ്പം നമ്മുടെ സാമ്പിളും എത്ര കുറച്ചായിരുന്നാലും ആ സാമ്പിൾ നമുക്ക് തിരിച്ച് കിട്ടും. ഓക്കെ. അനി അത് മാത്രമല്ല, these are highly reliable in establishing the identifying the two compounds. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ വളരെ സ്ട്രക്ചറലി സിമിലർ ആയിട്ടുള്ള രണ്ട് കോമ്പൗണ്ട്സ്, സിസ് ഐസോമേഴ്സോ ട്രാൻസ് ഐസോമേഴ്സോ അങ്ങനെയൊക്കെ ഇരിക്കുന്ന കോമ്പൗണ്ടുകളാണെന്നുണ്ടെങ്കിൽ അതിനെ പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യുക എന്ന് പറയുന്നത് നമുക്ക് അല്ലാത്ത രീതിയിൽ ബുദ്ധിമുട്ടായിരിക്കും. പക്ഷേ ഈ സ്പെക്ട്രോസ്കോപ്പിക് മെത്തേഡ് വഴി ഈ കോമ്പൗണ്ടുകളുടെ ആ ഒരു ഡിഫറൻസ് മനസ്സിലാക്കുക വളരെ ഈസി ആയിട്ട് നമുക്ക് പറ്റും. ഇനി the information obtained is in the form of a permanent record. അതായത് ഇപ്പോൾ നമ്മൾ ലാബിലൊക്കെ ചെയ്യുന്ന എക്സ്പെരിമെൻറ്റുകൾ നമ്മൾ മാനുവലി ചെയ്യുന്നു, അതിൻ്റെ റിസൾട്ട് നിങ്ങൾക്ക് തന്നെ അറിയാം, നമ്മൾ ടൈട്രേഷനൊക്കെ ചെയ്യുന്ന സമയത്ത് നമ്മൾ എഴുതി വെക്കുന്നതാണ്. നിങ്ങൾ എഴുതി വെക്കുന്നത് ഇപ്പം 25ൻ്റെ സ്ഥാനത്ത് 24 എന്നൊക്കെ എഴുതി വെച്ച് കഴിഞ്ഞാൽ അതാണ് നമ്മുടെ റിസൾട്ട്. പിന്നീട് നമ്മൾ കാൽക്കുലേഷൻ ചെയ്യുമ്പോൾ എറർ വരുമ്പോഴേ നമുക്ക് കാര്യം മനസ്സിലാവുള്ളൂ. അപ്പോൾ പിന്നെ നമുക്ക് നോക്കാൻ, അയ്യോ നമ്മൾ ചെയ്തത് ശരിയാണോ തെറ്റാണോ എന്ന് അറിയാനും പറ്റില്ല, പിന്നെ ഒന്നേന്ന് ചെയ്യേണ്ടി വരും. പക്ഷേ ഈ പറഞ്ഞിരിക്കുന്ന സ്പെക്ട്രോസ്കോപ്പിക് മെത്തേഡ് എന്ന് പറയുന്നത് വി വിൽ ഗെറ്റ് ദ റിസൾട്ട് ഇൻ ദ ഫോം ഓഫ് എ പെർമനൻറ്റ് റെക്കോർഡ്. അതൊന്നുകിൽ നമുക്ക് പ്രിൻറ്റഡ് ഫോമിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഡിവൈസസിൽ സേവ് ചെയ്യുന്ന വെക്കുന്ന രീതിയിലോ ഒക്കെ ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. അത് നമുക്ക് വളരെ നേട്ടമാണ്. കാരണം പിന്നീട് അതിൻ്റെ അനാലിസിസ് നടത്താൻ നമുക്കൊരു സംശയം വന്ന് എടുത്തു നോക്കണം എന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യിലുണ്ടത്. നമ്മൾ എഴുതി വെച്ചിരിക്കുന്നതല്ല, നമുക്ക് ഓൾറെഡി അതിൽ നിന്ന് കിട്ടിയതാണ്. അതുകൊണ്ട് നമുക്ക് എന്താണ്, അത് റിലയബിളാണ്. ദെൻ പിന്നൊരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് എന്താണ്, കണ്ടിന്യൂസ് ഓപ്പറേഷൻ ഈസ് ഓഫൺ പോസിബിൾ വിച്ച് ഫെസിലിറ്റേറ്റ് ദി ഓട്ടോമാറ്റിക് കൺട്രോൾ പ്രോസസ് വേരിയബിൾസ് ഇൻ ദി ഇൻഡസ്ട്രി. അതായത് കണ്ടിന്യൂസ് ഓപ്പറേഷൻ ഈസ് പോസിബിൾ ഇൻ സ്പെക്ട്രോസ്കോപ്പിക് അനാലിസിസ്. ഈ ഒരു പ്രത്യേകത ഉള്ളതുകൊണ്ട്, ഈ കണ്ടിന്യൂസ് ഓപ്പറേഷൻ പോസിബിൾ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഈ സ്പെക്ട്രോസ്കോപ്പിക് മെത്തേഡ്സ് എവിടെയാണ്, വേരിയസ് ഇൻഡസ്ട്രിയൽ പർപ്പസസിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ വേരിയസ് കെമിക്കൽ ലാബുകളിലോ ലബോറട്ടറികളിലോ അല്ലെങ്കിൽ ഇൻഡസ്ട്രീസിലും ഒക്കെ നമുക്ക് എന്തെങ്കിലും അനാലിസിസ് ഒക്കെ ചെയ്യുന്ന കെമിക്കൽ റിയാക്ഷൻസ് ഒക്കെ വരുന്ന സ്ഥലത്ത് നമുക്ക് ഈ സ്പെക്ട്രോസ്കോപ്പിക് മെത്തേഡ്സ് യൂസ് ചെയ്യാം. അവിടെ കണ്ടിന്യൂസ് മോണിറ്ററിങ് നമുക്ക് ആവശ്യമായിട്ട് വരും. എന്തെങ്കിലും പാരാമീറ്റേഴ്സിൻ്റെ വേരിയേഷൻസ് എന്തെങ്കിലും സംഭവിക്കുന്നുണ്ടോ എന്നൊക്കെ ഉള്ളത് നമുക്ക് ചെക്ക് ചെയ്യേണ്ടി വരും. അപ്പോൾ അവിടെ നമുക്ക് ഒരാൾക്ക് മാനുവലി ഇരുന്ന് ഇങ്ങനെ ചെയ്ത് നോക്കുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടല്ലേ. നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് വേണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ആ വേണ്ട ഇൻസ്ട്രുമെൻ്റ് എന്താണോ അത് നമ്മൾ അതിനോട് അങ്ങ് സെറ്റ് ചെയ്ത് കൊടുത്താൽ മതി. കണ്ടിന്യൂസ് മോണിറ്ററിങ് അവിടെ നടന്നോളും. അതൊരു അഡ്വാൻറ്റേജ് ആണ്. ദെൻ ദ കോസ്റ്റ് ഓഫ് സെറ്റപ്പ് ഈസ് ഹൈ ബട്ട് ഇറ്റ്സ് കോസ്റ്റ് എഫക്റ്റീവ്
ഇൻ ലോങ് റൺ. അതായത് ഈ പറഞ്ഞിരിക്കുന്ന സ്പെക്ട്രോസ്കോപ്പിക് ഇൻസ്ട്രുമെൻറ്റ്സ്, ഫോർ എക്സാമ്പിൾ UV സ്പെക്ട്രോഫോട്ടോമീറ്റർ, NMR, IR, ഇതെല്ലാം വാങ്ങുക എന്ന് പറയുന്നത് അത്യാവശ്യം കോസ്റ്റ്ലി ആണ്. പക്ഷേ ഒരു തവണ ഇത് വാങ്ങി ഹൈലി സെൻസിറ്റീവാണ്, നമ്മളതിനെ സെൻസിറ്റീവായിട്ട് വളരെ നല്ല കെയർഫുള്ളായിട്ട് തന്നെ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, നമുക്കിത് ഒരുപാട് കാലം വളരെ ചീപ്പ് റേറ്റിൽ സാമ്പിളുകളുടെ അനാലിസിസ് നമുക്ക് നടത്താനായിട്ട് പറ്റും. ദീസ് ആർ ദ അഡ്വാൻറ്റേജസ് ഓഫ് സ്പെക്ട്രോസ്കോപ്പിക് മെത്തേഡ്സ്. പഠിച്ചു വെച്ചേക്കണം. ഓക്കെ, അഡ്വാൻറ്റേജസ് ചിലപ്പോൾ ചോദിക്കും, അപ്പോൾ നിങ്ങൾക്ക് എഴുതണം. ദെൻ ഇനി ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സ്പെക്ട്രോസ്കോപ്പിക് സ്റ്റഡീസ് ഏതൊക്കെയാണ്? ഒരുപാട് സ്പെക്ട്രോസ്കോപ്പിക് സ്റ്റഡീസ് ഉണ്ട്. UV വിസിബിൾ സ്പെക്ട്രോസ്കോപ്പി, NMR, IR, മാസ് സ്പെക്ട്രോസ്കോപ്പി എന്നൊക്കെ പറഞ്ഞ് ഒരുപാടുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് പഠിക്കാനുള്ളത് UV വിസിബിൾ സ്പെക്ട്രോസ്കോപ്പിയും NMR സ്പെക്ട്രോസ്കോപ്പിയാണ് പഠിക്കാനുള്ളത്. അതിൽ നമുക്ക് UV വിസിബിൾ സ്പെക്ട്രോസ്കോപ്പി അല്ലെങ്കിൽ ഇലക്ട്രോണിക് സ്പെക്ട്രോസ്കോപ്പി ആദ്യം മനസ്സിലാക്കാം. അത് പഠിച്ചു കഴിഞ്ഞതിന് ശേഷം അതിൽ കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് പഠിക്കാനുണ്ട്. അത് മനസ്സിലാക്കിയതിന് ശേഷം നമുക്ക് NMR സ്പെക്ട്രോസ്കോപ്പിയിലോട്ട് പോവാം. ഓക്കെ, അപ്പോൾ ഇത് ഫസ്റ്റ് UV സ്പെക്ട്രോസ്കോപ്പിയിൽ നമ്മൾ എടുക്കുമ്പോൾ ആദ്യം മനസ്സിലാക്കേണ്ടത് അതിൻ്റെ പ്രിൻസിപ്പിളാണ്. അപ്പോൾ എന്താണ് ഈ UV സ്പെക്ട്രോസ്കോപ്പിയുടെ പ്രിൻസിപ്പിൾ? എന്താണ്? വെൻ എ ബീം ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ ഈസ് പാസ്ഡ് ത്രൂ എ കോമ്പൗണ്ട്, സർട്ടൻ റേഡിയേഷൻസ് ആർ അബ്സോർബ്ഡ് ബൈ ദ സബ്സ്റ്റൻസ്. നമ്മൾ ആദ്യമേ പറഞ്ഞതാണ് അബ്സോർപ്ഷൻ സ്പെക്ട്രോസ്കോപ്പി എന്നല്ലേ. അപ്പോൾ ഇവിടെ ഒരു ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ കോമ്പൗണ്ടിനുള്ളിലൂടെ പാസ് ചെയ്യിപ്പിക്കുമ്പോൾ എന്ത് ചെയ്യും? സർട്ടൻ എമൗണ്ട് ഓഫ് റേഡിയേഷൻസ് ആർ അബ്സോർബ്ഡ് ബൈ ദ സബ്സ്റ്റൻസ് ചില എമൗണ്ട് ഓഫ് റേഡിയേഷൻസിനെ അങ്ങ് അബ്സോർബ് ചെയ്യും. ഇനി ഈ റേഡിയേഷൻസ് അബ്സോർബ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താണ്? റേഡിയേഷൻസ് എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താണ്? ദാറ്റ് കണ്ടെയ്ൻ സം സർട്ടൻ എമൗണ്ട് ഓഫ് എനർജി, ക്വാണ്ടം ഓഫ് എനർജി ഉണ്ടായിരിക്കും. ദാറ്റ് ഈസ് E is equal to hν. പഠിച്ചിട്ടുണ്ട് അല്ലേ? അപ്പോൾ അവിടെ H എന്ന് പറയുന്നത് പ്ലാങ്ക്സ് കോൺസ്റ്റൻ്റ് ആണ്, ന്യൂ ഫ്രീക്വൻസി ആണെന്നൊക്കെ നമ്മൾ പഠിച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ റേഡിയേഷൻ അബ്സോർബ് ചെയ്യുക എന്ന് മീൻസ് സം എമൗണ്ട് ഓഫ് എനർജി ഈസ് അബ്സോർബ്ഡ്. എന്തുകൊണ്ട് ആ എനർജി അബ്സോർബ് ചെയ്തു ആ പർട്ടിക്കുലർ വേവ് ലെങ്തിൽ, ഇതൊക്കെയാണ് നമ്മൾ ഇതിനകത്ത് നോക്കാൻ പോകുന്നത്. അപ്പോൾ ദിസ് എനർജി അബ്സോർബ്ഡ് ബൈ ദ സബ്സ്റ്റൻസ് പ്രൊഡ്യൂസസ് സം ചേഞ്ചസ് വിത്തിൻ ദ മോളിക്യൂൾ. അപ്പോൾ ഈ എനർജി അവിടെ അബ്സോർബ് ചെയ്യുമ്പോൾ സ്വാഭാവികമായും നമ്മുടെ മോളിക്യൂളിനുള്ളിൽ എന്തെങ്കിലുമൊക്കെ ചേഞ്ചസ് വിൽ ഹാപ്പൻ. some certain amount of changes will happen inside our molecule. Okay, then അങ്ങനെ എനർജി ചേഞ്ചസ് അബ്സോർബ് ചെയ്തിട്ട് ചേഞ്ചസ് സംഭവിക്കുന്നത് if the energy absorbed is higher amount of energy ആണ് അബ്സോർബ് ചെയ്യുന്നതെങ്കിൽ that will causes electronic excitation. That is the electrons excited to higher energy levels. അതായത് ഇപ്പോൾ ഇവിടെ നമ്മൾ E is equal to hν എമൗണ്ട് ഓഫ് എനർജി അബ്സോർബ് ചെയ്തു. ആ അബ്സോർബ് ചെയ്ത എമൗണ്ട് ഹയർ ആണെന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? ഗ്രൗണ്ട് സ്റ്റേറ്റിലിരിക്കുന്ന മോളിക്യൂൾസ് ആ ഇലക്ട്രോണുകൾ എന്ത് ചെയ്യും? എക്സൈറ്റഡ് സ്റ്റേറ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യും, ജമ്പ് ചെയ്യും അല്ലേ? അപ്പോൾ അവിടെ ഒരു ചേഞ്ച് സംഭവിച്ചു. ഇനി നിങ്ങൾ ഒരിക്കലും മറക്കാൻ പാടില്ല, ഓർത്തിരിക്കേണ്ട ഒരു പ്രധാന കാര്യം എന്ന് പറയുന്നത്, നമ്മളിപ്പോൾ ഇവിടെ എനർജി കൊടുക്കുന്നു, അതിന് റേഡിയേഷൻസ് അബ്സോർപ്ഷൻ നടക്കുന്നു, എക്സൈറ്റേഷൻ സംഭവിക്കും എന്നെല്ലാം പറഞ്ഞു. ഒരിക്കലും മോളിക്യൂൾസ് ഇപ്പോൾ നിങ്ങൾ കുറച്ചൊരു എമൗണ്ട് എനർജി കൊടുത്തു, അത് അബ്സോർബ് ചെയ്തു, അത് കുറച്ചൊന്ന് ജമ്പ് ചെയ്തു, നമുക്ക് എത്തേണ്ട സ്ഥലത്ത് എത്തിയില്ല, ഒരു പകുതി വരെയൊക്കെ എത്തി, വീണ്ടും കുറച്ചുകൂടെ എനർജി കിട്ടി, അത് കുറച്ചുകൂടെ ജമ്പ് ചെയ്തു. ഈ രീതിയിൽ ഒരിക്കലും സംഭവിക്കില്ല. എനർജി അബ്സോർപ്ഷനും അവിടെ നടക്കില്ല. ഇങ്ങനെ കുറച്ചായിട്ട് കിട്ടുന്ന എനർജിയെ ഇപ്പോൾ എന്താ പറയുക, കുറച്ചായിട്ട് എനർജി അബ്സോർബ് ചെയ്തിട്ട് ആ പോകാൻ പറ്റുന്ന ദൂരം അത് ട്രാവൽ ചെയ്ത് അവിടെ ചെന്ന് നിൽക്കും, വീണ്ടും എനർജി കിട്ടുമ്പോൾ കുറച്ച് ദൂരം കൂടെ ട്രാവൽ ചെയ്ത് പോവും. ഇങ്ങനെ ഒരിക്കലും മോളിക്യൂൾസിൻ്റെ കേസസിൽ സംഭവിക്കില്ല. അതിന് ജമ്പ് ചെയ്ത് ഹയർ സ്റ്റേറ്റ് എവിടെയാണോ അവിടെ എത്താൻ വേണ്ട എനർജി എത്ര വേണോ ആ എനർജി അതിന് എപ്പോഴും കിട്ടുമോ അപ്പോൾ മാത്രമേ അത് അബ്സോർബ് ചെയ്യുള്ളൂ. അതുവരെ അത് മിണ്ടാതെ ഗ്രൗണ്ട് സ്റ്റേറ്റിൽ ഇരുന്നോളൂ, അവിടെ ഇരിക്കും. അതിന് ജമ്പ് ചെയ്യാൻ വേണ്ട എനർജി എപ്പോൾ കിട്ടുമോ അപ്പോഴാ എനർജി അബ്സോർബ് ചെയ്തിട്ട് അത് ഹയർ എനർജി ലെവലിലേക്ക് പോവും. ഇത് മറക്കരുത്. ഓക്കെ, ദെൻ ഇറ്റ് അബ്സോർബ്സ് ഓൺലി ദ റേഡിയേഷൻ വിച്ച് പോസസ് അപ്രോപ്രിയേറ്റ് എനർജി ടു ബ്രിങ് അബൌട്ട് പെർമനൻറ്റ് ട്രാൻസിഷൻ ടു ഹയർ എനർജി ലെവൽ. അതാണ് ഞാനിപ്പോൾ പറഞ്ഞത്. ഇപ്പോൾ ഹയർ എനർജി ലെവലിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്ത് പോകാൻ അതിന് എനർജി എത്രയാണോ വേണ്ടത്
ആ റിക്വയർഡ് എമൗണ്ട് ഓഫ് എനർജി കിട്ടിയാൽ മാത്രമേ അവിടെ എക്സൈറ്റേഷനോ അബ്സോർപ്ഷനോ എല്ലാം സംഭവിക്കുകയുള്ളൂ. ഓക്കെ, ഇനി ഇങ്ങനെ അബ്സോർപ്ഷനൊക്കെ സംഭവിക്കുന്നത് ദാറ്റ് വിൽ ഡിപ്പെൻഡ്സ് അപ്പോൺ ദ സ്ട്രക്ചർ ഓഫ് ദ മോളിക്യൂളിൻ്റെ സ്ട്രക്ചറിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഈ അബ്സോർപ്ഷനും എക്സൈറ്റേഷനും കാര്യങ്ങളെല്ലാം തന്നെ നടക്കുന്നത്. ഇനി ഈ അബ്സോർപ്ഷനെ this absorption of radiation is observed with the help of spectrophotometers. അപ്പം ഈ അബ്സോർപ്ഷൻ നമ്മൾ എന്ത് ചെയ്യും? സ്പെക്ട്രോഫോട്ടോമീറ്റേഴ്സ് വെച്ചിട്ട് നമ്മൾ അബ്സോർപ്ഷൻ ഓഫ് റേഡിയേഷൻസിൻ്റെ ഫർദർ സ്റ്റഡീസ് നമ്മൾ നടത്തും. ദെൻ വി വിൽ ഗെറ്റ്, അതിനെ നമ്മൾ നമുക്ക് ഒബ്സർവ് ചെയ്യേണ്ടത് എന്താണ് അവിടെ സംഭവിച്ചതെന്നുള്ളത് അത് നമ്മൾ മനസ്സിലാക്കാനായിട്ട് നമ്മൾ സ്പെക്ട്രോഫോട്ടോമീറ്റർ ഉപയോഗിക്കും. അപ്പോൾ സ്പെക്ട്രോഫോട്ടോമീറ്റർ ഉപയോഗിച്ച് നമ്മൾ ഈ അബ്സോർപ്ഷൻ അനലൈസ് ചെയ്യുമ്പോൾ വി വിൽ ഗെറ്റ് എ ഗ്രാഫ് ഇൻ ദ ഫോം ഓഫ് റിസൾട്ട് ആസ് ഇൻ ദ ഫോം ഓഫ് എ ഗ്രാഫ്. ആ ഗ്രാഫ് എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ബിറ്റ്വീൻ ദ എമൗണ്ട് ഓഫ് റേഡിയേഷൻ അബ്സോർബ്ഡ് ബൈ ദ സാമ്പിൾ എന്തുമാത്രം എമൗണ്ട് റേഡിയേഷൻ അബ്സോർബ് ചെയ്തു ദാറ്റ് വേഴ്സസ് എന്താണ് വേവ് ലെങ്ത് ഓഫ് റേഡിയേഷൻ. അത് ഏത് വേവ് ലെങ്തിലാണ് അവിടെ അബ്സോർപ്ഷൻ നടന്നത്. അപ്പം നമുക്ക് ആ കിട്ടുന്ന ഗ്രാഫിനകത്തുനിന്ന് ഏത് വേവ് ലെങ്തിൽ എവിടെ അബ്സോർപ്ഷൻ നടന്നു എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാം. അപ്പോൾ ആ ഗ്രാഫിൻ്റെ ഫർദർ എക്സാമിനേഷൻ ഫർദർ അനാലിസിസ് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കി മനസ്സിലാക്കുമ്പോഴത്തേക്കും നമുക്ക് മനസ്സിലാകുന്ന ഏത് വേവ് ലെങ്തിൽ അബ്സോർപ്ഷൻ സംഭവിച്ചു, എന്തുകൊണ്ട് അബ്സോർപ്ഷൻ സംഭവിച്ചു, ഏത് ഫങ്ഷണൽ ഗ്രൂപ്പ് അവിടെ വന്നു എന്നൊക്കെ ഉള്ള കാര്യങ്ങൾ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ ഈ ഗ്രാഫിൻ്റെ എലൂസിഡേഷൻ മാത്രം മതി. ഓക്കെ, ദെൻ ഇനി ഒരു കാര്യം കൂടെ ഉണ്ട്. ഈ UV വിസിബിൾ സ്പെക്ട്രോസ്കോപ്പി എന്ന് പറയുന്നത് അതിൻ്റെ റേഞ്ച് 200 നാനോമീറ്റർ ടു 800 നാനോമീറ്റർ ആണ് നമ്മൾ റേഡിയേഷൻസ് പാസ് ചെയ്യിപ്പിക്കുന്നത്. അപ്പോൾ ആ 200-800 ഇടയിലായിരിക്കും നമുക്ക് UV വിസിബിൾ സ്പെക്ട്രോസ്കോപ്പിയുടെ റിസൾട്ട് നമുക്ക് കിട്ടുക. അപ്പോൾ നമ്മുടെ ഗ്രാഫ് നമുക്ക് കിട്ടുന്ന ആ ഗ്രാഫിനുള്ളിൽ എന്തായിരിക്കും? വേവ് ലെങ്ത് ബിറ്റ്വീൻ 200 and 800 അതിനിടയിലുള്ള അബ്സോർപ്ഷൻ്റെ സ്പെക്ട്രമാണ് നമുക്ക് കിട്ടുന്നത്. അപ്പം ഇതാണ് UV വിസിബിൾ സ്പെക്ട്രോസ്കോപ്പിയുടെ പ്രിൻസിപ്പിൾ. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ജസ്റ്റ് കുറച്ച് ഇൻട്രൊഡക്ഷൻ കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞു തന്നത്. അതൊക്കെ നന്നായിട്ട് ഓർത്ത്, കാരണം ഇത് ഇൻട്രൊഡക്ഷൻ ആണ് എന്ന് കരുതിയിട്ട് ക്ലാസ് അറ്റൻഡ് ചെയ്യാതെയോ ശ്രദ്ധിക്കാതെയോ ഒന്നും ഇരിക്കരുത്. കാരണം ഇത് വേണം നമുക്ക്. ഇത് മനസ്സിലാക്കി വെച്ചിരുന്നാലേ നമുക്ക് ഫർദർ ഡീറ്റെയിൽഡിലോട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് ഇല്ലെങ്കിൽ കൺഫ്യൂഷനാവും. ഓക്കെ, അപ്പോൾ ഇതെല്ലാം ക്ലിയറായിട്ട് മനസ്സിലാക്കിയേക്കുക. ഇന്നത്തെ ക്ലാസ്സിൽ ഇത്രയേ ഉള്ളൂ. ഇതിൻ്റെ ബാക്കി പോർഷൻസ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. താങ്ക് യു.